നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ബാസിസ് അക്കാഡമിയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്ന ടോപ്പിക്കിൻ്റെ പേരാണ് മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് എന്ന ആ ഒരു വീഡിയോ ആണ് നമ്മൾ നോക്കുന്നത്. മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് എന്തൊക്കെയാണ് മാനേജ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ് നോക്കിയാൽ എന്താ പറയാൻ പറ്റുക? മാനേജ്മെൻറ്റ് ഈസ് എ പ്രോസസ് ഓഫ് പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിംഗ് റിസോഴ്സസ് ടു അച്ചീവ് ഓർഗനൈസേഷണൽ ഗോൾസ് എഫക്റ്റീവ്ലി ആൻഡ് എഫിഷ്യൻ്റ്ലി. നമ്മൾ സ്ഥിരമായിട്ട് പഠിച്ചു വരുന്നതുകൊണ്ട് നമുക്കിത് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും. കാര്യം കഴിഞ്ഞ കുറച്ച് വീഡിയോകളിലായിട്ട് നമ്മൾ എന്താണ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രക്രിയയാണ്. എന്താണ്? പ്ലാനിങ്ങും ഓർഗനൈസേഷനും ഡയറക്റ്റിങ്ങും കൺട്രോളിങ്ങും ഒക്കെ ചെയ്യണം. എന്താണ്? വിഭവങ്ങളെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, അല്ലേ? ഹ്യൂമൻ ആയിട്ടുള്ള മനുഷ്യ വിഭവങ്ങളെയും സാമ്പത്തിക വിഭവങ്ങളെയും ഫിസിക്കലായിട്ടുള്ളതിനെയും അതേപോലെ തന്നെ ഇൻഫോർമേഷണലായിട്ട് വിവരം എന്ന് നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. വിവരം നമ്മൾ അറിയുകയല്ലേ ചെയ്യുന്നത്. അതല്ല, ഫിസിക്കലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്, ഇൻഫോർമേഷൻ വഴി നമുക്ക് കിട്ടുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വിവരങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ നമ്മുടെ ആ ഓർഗനൈസേഷൻ്റെ ആ ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലേ? ടു അച്ചീവ് ഓർഗനൈസേഷണൽ ഗോൾസ് ആണ്, അല്ലേ? ടു അച്ചീവ് ഓർഗനൈസേഷണൽ ഗോൾസ് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് എഫക്റ്റീവായിട്ടും എഫിഷ്യൻ്റായിട്ടും കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? മാനേജ്മെൻറ്റ് ഉണ്ടായേ മതിയാവുകയുള്ളൂ. ഇൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് ആർ ക്രൂഷ്യൽ ഫോർ ഗവേണൻസ്, പോളിസി ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് സർവീസ് ഡെലിവറി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പൊതുഭരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ മാനേജ്മെൻറ്റ് ഫങ്ഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തിനാണ്? ഗവേണൻസിന്, പോളിസി ഇംപ്ലിമെൻറ്റേഷന്, സർവീസ് ഡെലിവറിക്കൊക്കെ ഇത് വളരെ അത്യാവശ്യമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷനെക്കുറിച്ച് നമ്മൾ നോക്കിയാൽ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഒരു ഓർഗനൈസേഷൻ്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വളരെ ഫലപ്രദമായ രീതിയിൽ മാനുഷികമായിട്ടുള്ള, ധനപരമായിട്ടുള്ള, ഫിസിക്കലായിട്ടുള്ള, ഇൻഫോർമേഷണലായിട്ടുള്ള വിഭവങ്ങൾ എന്ത് ചെയ്യണം? കൺട്രോൾ ചെയ്ത്, നിയന്ത്രിച്ച്, കോർഡിനേറ്റ് ചെയ്ത്, പ്ലാൻ ചെയ്ത് നടപ്പിലാക്കുക. അതുവഴി ആ ഓർഗനൈസേഷന് നല്ല നേട്ടമുണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് മാനേജ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട മാനേജ്മെൻറ്റിൻ്റെ ഫംഗ്ഷനായ പ്ലാനിങ്ങിലേക്കൊന്ന് കടന്നാൽ എന്താണ് പ്ലാനിങ്? പ്ലാനിങ്ങിൻ്റെ ഡെഫിനിഷൻ നമ്മൾ ഓർക്കുക. നമ്മൾ പ്ലാനിങ്ങിനെ കുറിച്ചൊക്കെ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ് ഇതിലെ അഡ്മിനിസ്ട്രേഷനിലെ. അപ്പോൾ ഒന്ന് ഓർത്താൽ മതി, അഡ്മിനിസ്ട്രേഷനും ഈ പറയുന്ന മാനേജ്മെൻറ്റും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ് എന്നൊരു ഐഡിയ നമുക്കുണ്ടായാൽ തന്നെ നമ്മൾ ഈ പാഠഭാഗം പഠിച്ചു കഴിഞ്ഞു, കേട്ടോ. അപ്പോൾ എന്താണിത് ഡെഫിനിഷൻ എന്ന് നോക്കിയാൽ എന്താണ് ഡെഫിനിഷൻ? പ്ലാനിങ് ഈസ് ദ പ്രോസസ് ഓഫ് സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് ദ അപ്രോപ്രിയേറ്റ് ആക്ഷൻസ് നീഡ് ടു അച്ചീവ് ദോസ് ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ പ്ലാനിങ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രോസസ് ഓഫ് സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്. നമ്മളുടെ ഒബ്ജക്റ്റീവുകൾ നമ്മൾ സെറ്റ് ചെയ്യുകയാണ്. എന്താണ്? നമുക്ക് വരുന്ന 5 വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ വരുന്നൊരു 2 വർഷത്തിനുള്ളിൽ നമുക്കൊരു സർക്കാർ ജോലി വേണം എന്നുള്ളതാണ് നമ്മുടെ പ്ലാനിങ് എന്നുണ്ടെങ്കിൽ എന്താണ്? ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് ദ അപ്രോപ്രിയേറ്റ് ആക്ഷൻസ് നീഡഡ് ടു അച്ചീവ് ദോസ് ഗോൾസ്. ഈ 2 വർഷത്തിനകം നമുക്ക് സർക്കാർ ജോലി നേടിയെടുക്കാനായിട്ട് എത്ര പരീക്ഷകൾ നമ്മൾ എഴുതണം, ഏതൊക്കെ പരീക്ഷകൾ ഏതൊക്കെ സിലബസിലുള്ളതാണ്, അതെങ്ങനെയൊക്കെ പഠിച്ചാണ് നമ്മൾ എഴുതേണ്ടത് എന്നൊരു ഐഡിയ നമുക്ക് ഉണ്ടാക്കിയെടുത്തെങ്കിലേ മതിയാവുകയുള്ളൂ. അതാണ് ഇവിടുത്തെ ഈ ഡെഫിനിഷൻ എന്ന രീതിയിൽ നമ്മൾ പറയുന്ന കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ പ്ലാനിങ് എന്ന് വെച്ചാൽ മുൻകൂട്ടി കാര്യങ്ങളെ കണ്ടുകൊണ്ട് അത് നേടുന്നതിന് വേണ്ടി നടത്തുന്ന പരിശ്രമങ്ങളെക്കുറിച്ച് ആസൂത്രണം ചെയ്യുന്ന പരിപാടിക്കാണ് നമ്മൾ പ്ലാനിങ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ കീ ഫീച്ചേഴ്സ് നമ്മൾ നോക്കിയാൽ എന്താണ് കീ ഫീച്ചേഴ്സ് എന്താണ്? ആ കീ ഫീച്ചേഴ്സിലേക്ക് നമുക്കൊന്ന് കിടക്കാം. എന്താണ് ഇതിൻ്റെ കീ ഫീച്ചേഴ്സ്? ഒന്ന് ഗോൾ ഓറിയൻറ്റഡ് ആണ്, അല്ലേ? ഗോൾ ഓറിയൻറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ഗോൾ ഓറിയൻറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്യത്തെ മാത്രം മുൻനിർത്തിക്കൊണ്ടുള്ളതാണ് ഗോൾ ഓറിയൻറ്റഡ് എന്ന് പറയുന്നത്. പിന്നെയോ ഫ്യൂച്ചർ ഫോക്കസ്ഡ് എന്ന് പറയുന്നു, അല്ലേ? ഫ്യൂച്ചർ എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ഭാവി എന്ന് പറയുന്നത് എപ്പോഴും മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ളതാവണം. അപ്പോൾ ഫ്യൂച്ചർ ഫോക്കസ്ഡ് ആവണം, ഗോൾ ഓറിയൻറ്റഡ് ആവണം. പിന്നെയോ ഡിസിഷൻ മേക്കിംഗ്, അല്ലേ? ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയാൻ നേരത്ത് തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയാവണം. അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് എന്ന് വെച്ചാൽ തീരുമാനങ്ങൾ എന്ന് പറയുന്നത് എടുക്കണം, അല്ലേ? ഡിസിഷൻ മേക്കിംഗ് കേന്ദ്രീകൃതമായ രീതിയിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിന് പര്യാപ്തമായിട്ടുള്ളതാവണം. പിന്നെ ബേസ്ഡ് ഓൺ ഫോർകാസ്റ്റിംഗ് എന്ന് വെച്ചാൽ ദീർഘവീക്ഷണം. അപ്പോൾ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ളതാവണം, തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയിട്ടാവണം, അല്ലേ? ഭാവി ഫോക്കസ് ചെയ്തിട്ടുള്ളതാവണം, ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയിട്ടുള്ളതാവണം. ഇങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്യേണ്ടത്. അപ്പോൾ എപ്പോഴും നമുക്ക് എന്ത് വേണം? ഒരു ഗോൾ ഉണ്ടാവണം പ്ലാനിങ്ങിൽ. പിന്നെയോ എപ്പോഴും അതിനൊരു ഭാവി, അതങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ ഭാവി എന്ന ആ ഒരു ഭാവി നമുക്കുണ്ടാവണം. പിന്നെയോ ഡിസിഷൻ മേക്കിംഗ്, തീരുമാനമെടുക്കേണ്ടതായിട്ട് വരണം. പിന്നെയോ ഫോർകാസ്റ്റിംഗ്. ഇത്രയും കാര്യങ്ങൾ ഈ പറയുന്ന പ്ലാനിങ്ങിൽ നിർബന്ധമാണ്. ഇനി ഏതൊക്കെ തരത്തിലുള്ള പ്ലാനിങ്ങുകളാണ് ഇവിടെ ഉള്ളത് എന്ന് നമുക്കൊന്ന് നോക്കാം, അല്ലേ? പ്രധാനപ്പെട്ട പ്ലാനിങ് ഏതെല്ലാം എന്ന് നമുക്കൊന്ന് നോക്കാം. അതിലൊന്നാണ് സ്ട്രാറ്റജിക് പ്ലാനിങ് എന്ന് പറയുന്നത്. സ്ട്രാറ്റജിക് പ്ലാനിങ്ങിൻ്റെ പ്രത്യേകത എന്താണ്? തന്ത്രപരമായിട്ടുള്ള പ്ലാനിങ് എന്നാണ് നമ്മൾ ഈ സ്ട്രാറ്റജിക് പ്ലാനിങ്ങിനെ പൊതുവെ വിശേഷിപ്പിക്കാറുള്ളത്. അത് 2 തരത്തിലുണ്ട്. ലോങ് ടേമും ഉണ്ട്, ടോപ്പ് ലെവലും ഉണ്ട്. അപ്പോൾ ലോങ് ടേം പ്ലാനുമുണ്ട്, ടോപ്പ് ലെവൽ
പ്ലാനും ഉണ്ട്. അപ്പോൾ ലോങ് ടൈം പ്ലാൻ എന്ന് വെച്ചാൽ ഒരു 5-6 വർഷം കൊണ്ട് നേടിയെടുക്കുന്ന ലക്ഷ്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ലോങ് ടൈം പ്ലാനിൽ പറയുന്നത്. എന്നാൽ ടോപ്പ് ലെവൽ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആ ഒരു ഓർഗനൈസേഷൻ്റെ ടോപ്പ് ലെവലിൽ മാത്രം ആലോചിച്ച് കാര്യങ്ങൾ തീരുമാനിക്കുന്ന പ്ലാനിങ്ങിനെയാണ് നമ്മൾ ടോപ്പ് ലെവൽ പ്ലാൻ എന്ന് പറയുന്നത്. ഇനി ടാക്റ്റിക്കൽ പ്ലാനിംഗ് ഉണ്ട്. ടാക്റ്റിക്കൽ പ്ലാൻ എന്ന് വെച്ചാൽ എന്താണ്? തന്ത്രപരമായ പ്ലാനിങ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതെങ്ങനെയുള്ളതായിരിക്കും? അത് മീഡിയം ടേം ആയിരിക്കും. എന്നുവെച്ചാൽ ഒരു ഇടക്കാലം അല്ലെങ്കിൽ ശരാശരി ഒരു ലോങ് ടേമും അല്ല ഷോർട്ട് ടേമും അല്ലാത്ത ഒരു ഒരു മീഡിയം ടേം എന്ന് പറയുന്നത് ഒരു കുറഞ്ഞ കാലത്തേക്കുള്ളതിനെയാണ് നമ്മൾ മീഡിയം ടേം എന്ന് പറയുന്നത്. പിന്നെയോ ടാക്റ്റിക്കൽ പ്ലാൻ എന്ന് പറയുമ്പോൾ മറ്റൊരു പ്ലാൻ എന്ന് വെച്ചാൽ ഡിപ്പാർട്ട്മെൻറ്റൽ പ്ലാനാണ്. ഡിപ്പാർട്ട്മെൻറ്റൽ പ്ലാൻ എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ഓരോ ഓഫീസിലെയും ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടാകുമല്ലോ. ആ ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് വേണ്ടി നടപ്പിലാക്കുന്ന പ്ലാനിനെയാണ് നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റൽ പ്ലാൻ എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ടാക്റ്റിക്കൽ പ്ലാൻ ഉണ്ട്, സ്ട്രാറ്റജിക് പ്ലാനിങ്ങും ഉണ്ട്. ഇനി മൂന്നാമത്തെ പ്ലാനിങ് ആണ് ഓപ്പറേഷണൽ പ്ലാനിങ് എന്ന് പറയുന്നത്. ഓപ്പറേഷണൽ പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഉദാഹരണമായിട്ട് പറയാൻ പറ്റുന്ന എന്താണ്? ഷോർട്ട് ടേം പ്ലാനാണ്, ചെറിയ കാലത്തേക്ക് വേണ്ടിയിട്ടുള്ളത്. ഡേ ടു ഡേ പ്ലാൻ എന്ന് പറയും അല്ലേ? നാളെ എന്താണ് ചെയ്യേണ്ടുന്നത്, ഇന്നെന്താണ് ചെയ്യേണ്ടുന്നത് എന്നൊക്കെ പറയുന്ന കാര്യമാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഓപ്പറേഷണൽ പ്ലാനിങ് ഉണ്ട്, ടാക്റ്റിക്കൽ പ്ലാനിങ് ഉണ്ട്, സ്ട്രാറ്റജിക് പ്ലാൻ ഉണ്ട്. അപ്പം സ്ട്രാറ്റജിക് പ്ലാനിങ് എന്ന് പറയാൻ നേരത്ത് എന്താണ്? ഈ പറഞ്ഞ ലോങ് ടേം പ്ലാനുകളും ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൽ നടക്കുന്ന പ്ലാനുകളെയും നമുക്ക് സ്ട്രാറ്റജിക് പ്ലാനിങ്ങിൽ ഉൾപ്പെടുത്താം. ടാക്റ്റിക്കൽ പ്ലാനിങ്ങിലോ മീഡിയം ടേമിനെയും അതേപോലെ ഡിപ്പാർട്ട്മെൻറ്റ് ലെവലിലുള്ളതിനെയും നമുക്ക് ടാക്റ്റിക്കൽ പ്ലാനിങ്ങിൽ ഉൾപ്പെടുത്താം. ഓപ്പറേഷണൽ പ്ലാനിങ് എന്ന് പറയാൻ നേരത്തോ അത് ഷോർട്ട് ടേമും ഡേ ടു ഡേ അഫയേഴ്സിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഓപ്പറേഷണൽ പ്ലാനിങ്ങിൽ ഉൾപ്പെടുത്തുന്നത്. ഇനി ഇമ്പോർട്ടൻസ് ഇൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, അതായത് പ്ലാനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം അല്ലേ? പ്ലാനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ എങ്ങനെയാണ് അത് നമുക്കൊന്ന് നോക്കാം. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഹെൽപ്സ് അലൈൻ ഡിപ്പാർട്ട്മെൻറ്റൽ ഗോൾസ് വിത്ത് നാഷണൽ ഒബ്ജക്റ്റീവ്സ്. അതായത് ഇവിടെ നോക്കിയേ, പൊതുഭരണത്തിൽ ഈ പ്ലാനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് നോക്കുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടുന്ന പഞ്ചവത്സര പദ്ധതികളെക്കുറിച്ച് മാത്രം നോക്കി വെച്ചാൽ മതി. നമ്മുടെ ദേശത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, രാജ്യത്തിൻ്റെ വികസനം കാക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ പദ്ധതിയാണ് ഏത് പദ്ധതി? പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ ഹെൽപ്സ് അലൈൻ ഡിപ്പാർട്ട്മെൻറ്റൽ ഗോൾസ് വിത്ത് നാഷണൽ ഒബ്ജക്റ്റീവ്സ് എന്നുള്ളതാണ് 5 ഇയർ പ്ലാൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പിന്നെയോ ഇതെന്താ ചെയ്യുന്നത്? എൻഷുവേഴ്സ് ഒപ്റ്റിമൽ അലോക്കേഷൻ ഓഫ് സ്കേഴ്സ് റിസോഴ്സസ്. അതായത് നമുക്ക് ദൗർലഭ്യമായിട്ടുള്ള അല്ലെങ്കിൽ ദുർലഭമായിട്ടുള്ള വിഭവങ്ങളുണ്ട്. ആ വിഭവങ്ങളുടെ കൃത്യമായിട്ടുള്ള ഒരു വിനിയോഗം അല്ലെങ്കിൽ ഒരു അലോക്കേഷൻ, അതൊക്കെയാണ് പ്ലാനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെയോ ഫെസിലിറ്റേറ്റ്സ് പ്രൊയാക്റ്റീവ് ഗവേണൻസ്. പ്രൊയാക്റ്റീവായിട്ടുള്ളൊരു ഭരണ സംവിധാനം തയ്യാറാക്കി എടുക്കുക എന്ന് പറയുന്നതും ഈ പറയുന്ന പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ പ്ലാനിങ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നുണ്ട്. ഇതിൻ്റെ എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നീതി ആയോഗിനെ നമുക്കെടുക്കാം അല്ലെ? നീതി ആയോഗിൻ്റെ സ്ട്രാറ്റജിക് പോളിസി മേക്കിംഗ് ആൻഡ് പ്ലാനിംഗ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ്. നമ്മുടെ സുസ്ഥിര വികസന പദ്ധതികൾ നടപ്പിലാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് നീതി ആയോഗ് നടത്തുന്ന സ്ട്രാറ്റജിക് പ്ലാനിംഗ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്ട്രാറ്റജിക് പ്ലാനിംഗ് പോളിസി എന്ന് പറയുന്നത് നമ്മുടെ പ്ലാനിങ്ങിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമായിട്ട് എടുക്കാം. അതായത് ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞാൽ പ്ലാനിംഗ് എന്ന് പറയുന്നത് ഒരു ആർട്ടാണ്, അതൊരു മാനേജ്മെൻറ്റ് ആർട്ടാണ്. പ്ലാനിംഗ് എന്നതുകൊണ്ട് മാത്രമാണ് വിഭവങ്ങൾക്ക് ദൗർലഭ്യം ഉണ്ടെങ്കിലും കൃത്യമായ രീതിയിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കിയെടുക്കാൻ സാധിക്കുന്ന പ്ലാനിംഗ് എന്ന് പറയുന്നതുകൊണ്ട് മാത്രമാണ്. അത് ഏത് കാര്യത്തിലാണെങ്കിലും ഒന്നുണ്ട്, പ്ലാനുണ്ട്. സർക്കാർ ജോലി നേടാൻ പഠിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും പഠനത്തിൽ പോലും എന്തുണ്ട്? പ്ലാനിംഗ് എന്ന് പറയുന്ന സംവിധാനമുണ്ട്. ഇനി നമ്മൾ നോക്കുന്ന അടുത്ത ഘട്ടമാണ് ഓർഗനൈസിങ് എന്ന് പറയുന്നത്. എന്താണ് ഓർഗനൈസിങ് എന്ന് നമുക്കൊന്ന് നോക്കാം അല്ലെ? ഓർഗനൈസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇത് നമുക്ക് നോക്കാം. ഓർഗനൈസിങ്ങിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താണ്? ഡെഫിനിഷൻ ഉണ്ട് അല്ലെ? ഓർഗനൈസേഷൻ എന്തുണ്ട്? ഒരു ഡെഫിനിഷൻ ഉണ്ട്, അതായത് ഒരു നിർവചനമുണ്ട്. ഓർഗനൈസേഷന് ഒരു നിർവചനമുണ്ട്. ഓർഗനൈസിങ് എന്ന് വെച്ചാൽ ഒരു ഡെഫിനിഷൻ ഉണ്ട്. എന്താണ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ ഡെഫിനിഷൻ എന്താണ് അല്ലേ? ഓർഗനൈസിങ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഓർഗനൈസിങ് എന്താ ചെയ്യുന്നത്? ഇൻവോൾവ്സ് അറേഞ്ചിങ് റിസോഴ്സസ് ആൻഡ് ടാസ്ക്സ് ഇൻ എ സ്ട്രക്ചേർഡ് മാനർ ടു അച്ചീവ് ഗോൾസ് ആണ്. അപ്പോൾ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കൈവശമുള്ള വിഭവങ്ങളെ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്യുക, അതും ഒരു ഘടനാപരമായ രീതിയിൽ അറേഞ്ച് ചെയ്ത് നമ്മുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാൻ നമ്മളെ സഹായിക്കുക എന്ന ടാസ്കിനെയാണ് നമ്മളെന്ത് വിളിക്കുന്നത്? ഓർഗനൈസിങ് എന്ന് വിളിക്കുന്നത്, സംഘാടനം എന്ന് വിളിക്കുന്നത് അല്ലേ? കയ്യിലുള്ളത് കൊണ്ട് നല്ല ഭംഗിയായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. നമ്മുടെയൊക്കെ വീട്ടിലെ അമ്മമാർ ചെയ്യാറുണ്ട് അല്ലേ? അവിയലും സാമ്പാറും ഒക്കെ അവരെന്ത് ചെയ്യാറുണ്ട്? ഇവിടെ വീട്ടിലുള്ള നിലവിൽ കൈവശമുള്ള പച്ചക്കറി കൊണ്ട് നല്ല ഭംഗിയായിട്ട് സാമ്പാറും
അതേപോലെ തന്നെ അവിയലുമൊക്കെ അവരുണ്ടാക്കുന്നില്ലേ, ഈ എക്സ്പെർട്ടായിട്ടുള്ള പാചകക്കാരുണ്ടാക്കുന്ന അത്രയും ചേരുവകളൊന്നും അവർക്ക് വേണമെന്നില്ല. ഒരു 3-4 പച്ചക്കറി ഐറ്റംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് അവർ അവിയലുണ്ടാക്കും, സാമ്പാറുണ്ടാക്കും, അടിപൊളി കറികളൊക്കെ ഉണ്ടാക്കും. അതാണ് ഈ ഓർഗനൈസിങ് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ കീ എലമെൻറ്റ്സ് എന്തെല്ലാമാണ്? ഇതിൻ്റെ കീ എലമെൻറ്റ്സ് നമ്മൾ നോക്കിയാൽ ആദ്യമായിട്ട് വരുന്ന ഡിവിഷൻ ഓഫ് വർക്കാണ്. ഡിവിഷൻ ഓഫ് വർക്ക് എന്താണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. വർക്ക് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന പരിപാടി, അതിനെയാണ് നമ്മൾ ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് പറയുന്നത്. പിന്നെയോ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ഉണ്ട്. എന്താണ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറയുന്നത്? നമ്മുടെ ആ അധികാരം എന്ന് പറയുന്നത് മറ്റൊരാൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏൽപ്പിക്കുന്ന പരിപാടിക്കാണ് നമ്മൾ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറയുന്നത്. അതായത് ചുമതല എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? മറ്റൊരാളെ ഏൽപ്പിക്കുന്നു. നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ മറ്റൊരാളത് ചെയ്തിരിക്കണമെന്ന അർത്ഥത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? കൈകാര്യം ചെയ്യുന്നു. പിന്നെയോ കോഓർഡിനേഷൻ ഓഫ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്ന വരുന്നുണ്ട് അല്ലേ. കോഓർഡിനേഷൻ ഓഫ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താണ്? കോർഡിനേറ്റ് ചെയ്യണം. എന്താണ് കോർഡിനേറ്റ് ചെയ്യേണ്ടത്? ആക്ടിവിറ്റികളെ. അപ്പോൾ പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യണം? കോർഡിനേറ്റ് ചെയ്യണം. അപ്പോൾ കോർഡിനേഷൻ ഓഫ് ആക്ടിവിറ്റീസ്, ആക്ടിവിറ്റികൾ നമ്മൾ എന്ത് ചെയ്യുക? കോർഡിനേറ്റ് ചെയ്യുക എന്നതും ഇവിടം കൊണ്ട് അർത്ഥമാക്കുന്നുണ്ട്. ഇനിയോ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്ന് വെച്ചാൽ എന്താണ്? വകുപ്പുകളാണ്. ഡിപ്പാർട്ട്മെൻറ്റ് വെച്ചാൽ വകുപ്പുകളാണ്. ആ വകുപ്പുകൾ എന്ത് ചെയ്യുക? നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളത് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാണ്. ഏതിൽ? ഓർഗനൈസിങ്. അപ്പോൾ ഒരു കാര്യം ഓർഗനൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ അനിവാര്യമാണ്. അതേപോലെ ഒരു കാര്യം നമുക്ക് ഓർഗനൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ കോർഡിനേഷൻ അത്യാവശ്യമാണ്. ഒരു കാര്യം നമുക്ക് കോർഡിനേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ചില ആളുകൾക്ക് നമ്മൾ അധികാരമെല്ലാം കൊടുക്കേണ്ടതായിട്ട് വരും. ഒരു കാര്യം കോർഡിനേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വർക്ക് എന്ന് പറയുന്നത് ഡിവൈഡ് ചെയ്ത് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെ പലതരത്തിലുള്ള ടാസ്കുകളാണ് ഈ ഓർഗനൈസിങ് എന്ന് പറഞ്ഞ കാര്യത്തിൽ അടങ്ങിയിരിക്കുന്നത്. ഇനി ഈ ഓർഗനൈസിങ്ങിൻ്റെ പ്രിൻസിപ്പിൾസ് എന്തെല്ലാമാണ് എന്ന് കൂടി നമുക്കൊന്ന് നോക്കാം അല്ലേ. ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗനൈസിങ് എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസ് എന്തെല്ലാമാണ്? യൂണിറ്റി ഓഫ് കമാൻഡ്, അതായത് ഒരു ഏകീകൃത കേന്ദ്രത്തിൽ നിന്നായിരിക്കണം നമുക്ക് കമാൻഡ് വരേണ്ടതല്ല. അത് 16 ആൾക്കാർ ഒരേ സമയത്ത് നിന്ന് കമാൻഡ് തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഒരാളായിരിക്കണം കമാൻഡിങ് അതോറിറ്റിയിൽ ഉണ്ടാകേണ്ടത് എന്നുള്ളതാണ് യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറയുന്നത്. പിന്നെയോ സ്പാൻ ഓഫ് കൺട്രോൾ, നമുക്ക് എന്തുണ്ടാവണം? അത് കൈകാര്യം ചെയ്യാനായിട്ടുള്ളൊരു നിയന്ത്രണം നടത്താനുള്ളൊരു പവർ നമുക്കുണ്ടാകണം, സ്പാൻ ഓഫ് കൺട്രോൾ. പിന്നെയോ സ്പെഷ്യലൈസേഷൻ ഉണ്ടാവണം. പിന്നെയോ സലാർ ചെയിൻ, ഒരു ഹൈറാർക്കി ഉണ്ടാവണം. അപ്പോൾ ഒരു ഹൈറാർക്കി ഉണ്ടാവണം, സ്പെഷ്യലൈസേഷൻ ഉണ്ടാവണം, സ്പാൻ ഓഫ് കൺട്രോൾ ഉണ്ടാവണം, യൂണിറ്റി ഓഫ് കമാൻഡ് ഉണ്ടാവണം. ഇതൊക്കെയാണ് ഈ ഓർഗനൈസിങ് എന്ന് പറഞ്ഞതിൻ്റെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക. ഇനി ഈ ഓർഗനൈസിങ്ങിൽ ഗവേണൻസിൻ്റെ റോൾ എന്താണ് എന്ന് കൂടി നമുക്കൊന്ന് നോക്കാം അല്ലെ. ഓർഗനൈസിങ്ങിൽ ഗവേണൻസിൻ്റെ റോൾ എന്താണ്? എനേബിൾസ് സിസ്റ്റമാറ്റിക് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് പോളിസീസ്, അതായത് നയങ്ങൾ നല്ല ശാസ്ത്രീയമായ രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ഈ ഓർഗനൈസിങ് എന്ന് പറയുന്നത് നമ്മളെ സഹായിക്കുന്നുണ്ട്. അതേപോലെ എസ്റ്റാബ്ലിഷസ് ക്ലിയർ ഹൈറാർക്കി ആൻഡ് അക്കൗണ്ടബിലിറ്റി. അപ്പോൾ ഈ ഓർഗനൈസിങ് ഉണ്ടെങ്കിൽ എന്ത് നടക്കും? നമുക്ക് നല്ല ക്ലിയറായ ഹൈറാർക്കി നമുക്കറിയാം എന്താണ് ഓർഗനൈസേഷണൽ ഹൈറാർക്കി എന്ന് വെച്ചാൽ താഴെത്തട്ടിൽ നിന്ന് മേൽത്തട്ടിലേക്ക് അല്ലെങ്കിൽ മേലത്തട്ടിൽ നിന്ന് താഴെത്തട്ടിലേക്കുള്ള കാര്യങ്ങളെയാണ് നമ്മൾ ഹൈറാർക്കി എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ എസ്റ്റാബ്ലിഷസ് ക്ലിയർ ഹൈറാർക്കി ആൻഡ് അക്കൗണ്ടബിലിറ്റി, ഒരു വിശ്വസ്തത എന്ന് പറയുന്ന സംവിധാനവും അതേപോലെ ഒരു ഹൈറാർക്കി എന്ന് പറയുന്നതും നമുക്ക് ഈ ഓർഗനൈസിങ്ങിലൂടെ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെയോ പ്രൊമോട്ട്സ് സ്പെഷ്യലൈസേഷൻ ആൻഡ് എഫിഷ്യൻസി. സ്പെഷ്യലൈസേഷനും എഫിഷ്യൻസിയും പ്രൊമോട്ട് ചെയ്യുവാനായിട്ട് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഓർഗനൈസിങ് പവർ കൊണ്ട് നമുക്ക് സാധിക്കുന്നതാണ്. സ്പെഷ്യലൈസേഷൻ എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യത്തിന് കൂടുതൽ ഊന്നൽ കൊടുക്കുന്നതിനെയാണ് നമ്മൾ സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ചില ആൾക്കാർ MBBS പഠിച്ചു കഴിഞ്ഞതിന് ശേഷം കണ്ണ് ഡോക്ടറാകാനായിട്ട് അല്ലേ, നമ്മൾ പറയാലോ ഒഫ്താൽമോളജി എടുത്ത് പഠിക്കുന്നു. ചില ആൾക്കാരാണെന്നുണ്ടെങ്കിലോ സ്കിൻ എടുക്കാനായിട്ട് ഡെർമറ്റോളജി എടുക്കുന്നു. മറ്റു ചില ആൾക്കാരാണെന്നുണ്ടെങ്കിലോ ന്യൂറോളജി, യൂറോളജി എന്നൊക്കെ പറഞ്ഞെടുക്കുന്നില്ലതാണ് സ്പെഷ്യലൈസേഷൻ. ഇവിടെ പിന്നെ എഫിഷ്യൻസി. അപ്പോൾ ഓർഗനൈസിങ് എന്നതിലൂടെ എന്തൊക്കെ സംഭവിക്കുന്നു വെച്ചാൽ സ്പെഷ്യലൈസേഷനും എഫിഷ്യൻസിയും പ്രൊമോട്ട് ചെയ്യപ്പെടുന്നു, ഹൈറാർക്കിയും അക്കൗണ്ടബിലിറ്റിയും എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നു, അതേപോലെ പോളിസികൾ സിസ്റ്റമാറ്റിക്കായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതിനുദാഹരണമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം ഏതെന്ന് ചോദിച്ചാൽ എന്താണ്? ഓർഗനൈസേഷൻ ഓഫ് മിനിസ്ട്രീസ് ഇൻ ടു ഡിപ്പാർട്ട്മെൻറ്റ്സ് അല്ലേ. മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റൽ അല്ലേ, അത് പിന്നെ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്ന സംവിധാനം അല്ലേ. അതായത് മിനിസ്ട്രി ഓഫ് ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് എൻവയോൺമെൻറ്റ് എന്നൊക്കെ പറയും. മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്ന സംവിധാനമുണ്ടല്ലോ. അപ്പോൾ അതെന്താണ്? അതിനെ ഫോറസ്റ്റ് വകുപ്പായിട്ട്, ക്ലൈമറ്റ് ചേഞ്ച് വകുപ്പായിട്ട്, എൻവയോൺമെൻറ്റ് ഡിവിഷനൊക്കെ ഇട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്ത് പോകുന്നില്ലേ. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഓർഗനൈസിങ് എന്നതിൻ്റെ സർക്കാർ തലത്തിലുള്ള എക്സാമ്പിൾ എന്ന രീതിയിൽ നമുക്ക് പറയാനായിട്ട് പറ്റുന്ന കാര്യം. ഇനി നമുക്ക് അടുത്ത മേഖല നോക്കിയാലോ, സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞൊരു മേഖല നോക്കിയാലോ. സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞ മേഖല നോക്കിയാൽ അതിനൊരു ഡെഫിനിഷൻ വേണ്ടേ? സ്റ്റാഫിംഗ് എന്ന് പറയുന്നതിലൊരു ഡെഫിനിഷൻ വേണമല്ലോ. അതിലൊരു ഡെഫിനിഷൻ നമുക്ക് അനിവാര്യമാണ്. അതെന്താണ് നോക്കേണ്ടത്? സ്റ്റാഫിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് റിക്രൂട്ടിംഗ്, ട്രെയിനിങ് ആൻഡ് മെയിൻറ്റെയിനിങ് വർക്ക് പ്ലേസ് എന്നാണ് പറയുന്നത് അല്ലേ. സ്റ്റാഫിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് റിക്രൂട്ടിംഗ്,
ട്രെയിനിങ് ആൻഡ് മെയിൻറ്റെയിനിങ് എ വർക്ക് ഫോഴ്സ് ആണ്. അപ്പോൾ സ്റ്റാഫിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് സ്റ്റാഫിംഗ് എന്ന് വെച്ചാൽ എന്താണ്? അതൊരു പ്രക്രിയയാണ്. എന്തിനുള്ള പ്രക്രിയ? റിക്രൂട്ടിങ്, ട്രെയിനിങ്, മെയിൻറ്റെയിനിങ്. അല്ല, ഒരു വർക്ക് ഫോഴ്സിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ട്രെയിനിങ് കൊടുക്കുകയും റിക്രൂട്ട് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന നിരന്തരമായൊരു പ്രോസസ്സിനെയാണ് നമ്മളെന്ന് വിളിക്കുന്നത് സ്റ്റാഫിംഗ് എന്ന് പേരിട്ടുകൊണ്ട് വിശേഷിപ്പിക്കുന്നത്. ഇൻ്റർവ്യൂ നടത്തിയ ആളിനെ എടുക്കുക, ആളിന് ട്രെയിനിങ് കൊടുക്കുക, എന്നിട്ട് ട്രെയിനിങ് കിട്ടിയ ആൾക്കാരെ കൊണ്ടൊരു വർക്ക് ഫോഴ്സ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യിപ്പിക്കുക. ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഇവിടുത്തെ പ്രധാനപ്പെട്ട കോമ്പോണൻസ് എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം. അല്ലേ, പ്രധാനപ്പെട്ട കോമ്പോണൻസ് എന്തെല്ലാമാണ്? കോമ്പോണൻസ്: മാൻ പവർ പ്ലാനിങ്, അല്ലേ. അതായത് സ്റ്റാഫിങ്ങിന് ഏറ്റവും പ്രധാനപ്പെട്ട കോമ്പോണൻ്റ് എന്ന് വെച്ചാൽ മാൻ പവർ പ്ലാനിങ് ആണ്. അതായത് ഇപ്പോൾ 100 പേര് ചെയ്യേണ്ട സ്ഥാനത്ത് 100 പേര് തന്നെ വേണം, അല്ലേ. പിന്നെയോ റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷൻ. ആ 100 പേരെ കൃത്യമായിട്ട് ആ ജോലിക്ക് കൊള്ളാവുന്ന ആൾക്കാരാണെന്ന് കണ്ട് അവരെ റിക്രൂട്ട് ചെയ്യാനായിട്ടുള്ള പ്രോസസ്സ് നമ്മൾ നടത്തണം. പിന്നെയോ ആ 100 പേരെ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന ഇടയ്ക്കിടയ്ക്ക് ട്രെയിനിങ് കൊടുത്തെങ്കിൽ മാത്രമേ അവരുടെ ആ ഒരു കപ്പാസിറ്റി ശേഷിയും വർദ്ധിക്കുകയുള്ളൂ. അവർക്ക് ആ ജോലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ അറിവുകളും വികസനവും അവർക്ക് ഉണ്ടാവുകയുള്ളൂ. പിന്നെയോ പെർഫോമൻസ് അപ്രൈസൽ. ആ 100 പേരുടെ പ്രവർത്തനത്തിന് വിലയിരുത്തിക്കൊണ്ട് അതിൽ ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ആളിന് എന്ത് കൊടുക്കേണ്ടി വരും? ഒന്ന് റിവാർഡ് കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ അവാർഡോ പ്രൊമോഷൻ എന്തെങ്കിലുമൊക്കെ കൊടുക്കേണ്ടി വരും. അപ്പോൾ മറ്റുള്ളവർക്ക് അതൊരു പ്രചോദനമായി മാറും. പിന്നെ ഏറ്റവും അവസാനം എന്താണ്? പ്രൊമോഷൻസ് ആൻഡ് ട്രാൻസ്ഫേഴ്സ്. അപ്പോൾ പ്രൊമോഷൻ കൊടുക്കേണ്ടി വരും. നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് നമ്മൾ എന്ത് കൊടുക്കേണ്ടി വരും? പ്രൊമോഷൻ കൊടുക്കേണ്ടി വരും. നന്നായിട്ട് വർക്ക് ചെയ്യാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിലോ അവർക്ക് ട്രാൻസ്ഫർ കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ നമ്മുടെ സ്റ്റാഫിങ്ങിലെ പ്രധാനപ്പെട്ട കോമ്പോണൻസ് എന്ന് വെച്ചാൽ മാൻ പവർ പ്ലാനിങ്, റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷൻ, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്, പെർഫോമൻസ് അപ്രൈസൽ, പ്രൊമോഷൻസ് ആൻഡ് ട്രാൻസ്ഫേഴ്സ്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കോമ്പോണൻസ് ആയിട്ട് വരുന്നത്. ഇനിയോ ഇമ്പോർട്ടൻസ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. എന്താണ് ഇമ്പോർട്ടൻസ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് നമുക്കൊന്ന് നോക്കാം. അല്ലേ, ഇമ്പോർട്ടൻസ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ഇവിടെ വരുന്നത് എന്നുകൂടി നമുക്കൊന്ന് നോക്കാം. അല്ലേ, ഇമ്പോർട്ടൻസ് ഇൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എൻഷുവേഴ്സ് മെറിറ്റ് ബേസ്ഡ്, എത്തിക്കൽ ആൻഡ് കോമ്പറ്റൻറ്റ് സിവിൽ സർവീസ്. അപ്പോൾ ഇമ്പോർട്ടൻസ് ഇൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ നോക്കിക്കഴിഞ്ഞാൽ, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ പ്രാധാന്യം നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? ഇത് ഉറപ്പുവരുത്തുന്നത് എന്താണ്? മെറിറ്റ് ബേസ്ഡ്, എത്തിക്കൽ ആൻഡ് കോമ്പറ്റൻറ്റ് സിവിൽ സർവീസസ്. അതായത് യോഗ്യതയുള്ളവരും കഴിവുള്ളവരും സാൻമാർഗിക ബോധമുള്ളവരുമായിട്ടുള്ള ആൾക്കാരാണ് സർവീസിൽ ഉള്ളത് എന്ന് ഉറപ്പുവരുത്താനായിട്ട് ഈ പബ്ലിക് അഡ്മിനിസ്ട്രേഷനെ ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞ ഒരു പ്രക്രിയ കൊണ്ട് സാധിക്കും. പിന്നെയോ ബിൽഡ് അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റി. ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റി ബിൽഡ് ചെയ്യാനായിട്ട് ഈ പറയുന്ന സ്റ്റാഫിംഗ് നല്ല രീതിയിൽ സെലക്ട് ചെയ്തെടുക്കുന്ന സ്റ്റാഫിനെ കൊണ്ട് സാധിക്കും. പിന്നെയോ റെഡ്യൂസസ് പൊളിറ്റിക്കൽ ഇൻ്റർഫറൻസ്. അതായത് കഴിവും യോഗ്യതയും ഉള്ള ആളുകളെ നമ്മൾ മാനേജ്മെൻറ്റ് അതിൻ്റെ പ്രാക്ടീസിൻ്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അവിടെ ഈ പൊളിറ്റിക്കൽ ഇൻ്റർഫറൻസ് എന്ന് പറയുന്നത് വളരെയധികം കുറയും എന്നാണ് പറയുന്നത്. ഇനി ഇവിടുത്തെ എക്സാമ്പിൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അല്ല, എക്സാമ്പിൾ എന്താണ്? എക്സാമ്പിൾ എന്ന് പറയാൻ നേരത്ത് റോൾ ഓഫ് UPSC ആൻഡ് സ്റ്റേറ്റ് PSC ഇൻ എൻഷുറിങ്, അല്ലെ, മെറിറ്റോക്രാറ്റിക് റിക്രൂട്ട്മെൻറ്റ് ഇൻ ഗവൺമെൻറ് സർവീസസ്. അതായത് നമ്മളിപ്പോൾ എഴുതുന്ന പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ പരീക്ഷ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ആകണമെന്നുണ്ടെങ്കിൽ ഡിഗ്രി ഉണ്ടാവണം. ഡിഗ്രി ഉണ്ടായാൽ മാത്രം പോരാ, PSC തന്നിരിക്കുന്ന സിലബസ് അനുസരിച്ചുള്ള പരീക്ഷ എഴുതി അതിൽ മുൻപന്തിയിലെത്തിയിരിക്കണം. അങ്ങനെയുള്ള ആളുകളെ ഇൻ്റർവ്യൂ ചെയ്തിട്ട് അതിൻ്റെ മാർക്കും കൂടി നൽകിയിട്ടാണ് എന്ത് സംഭവിക്കുക? ഈ പറയുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എന്നുള്ള പോസ്റ്റിലേക്ക് നമുക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ കാര്യം എന്താണ്? സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞ ആ രീതി ഇങ്ങനെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി അടുത്ത പ്രോസസ്സിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ വരുന്ന കാര്യമാണ് ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞൊരു കാര്യമാണ്. എന്താണ് ഡയറക്റ്റിംഗ് എന്ന് വെച്ചാൽ? എന്താണ് ലീഡിംഗ് എന്ന ഒരു അർത്ഥം കൂടി അവിടെ വരുന്നുണ്ട് കേട്ടോ. ലീഡിംഗ്, ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരർത്ഥം അവിടെ വരുന്നുണ്ട്, അതിൻ്റെ പേര് ലീഡിംഗ് എന്നാണ്. എന്താണ് ഇതിൻ്റെ ഡെഫിനിഷൻ എന്ന് നമുക്കൊന്ന് നോക്കാം. അല്ലെ, ഡെഫിനിഷൻ എന്താണ്? ഡെഫിനിഷൻ ലീഡിംഗ് എന്ന് നമ്മൾ പറയുന്നതിൻ്റെ ഡെഫിനിഷൻ എന്താണ്? ഡയറക്റ്റിംഗ് is the managerial function of guiding, supervising, motivating and communicating with employees to achieve objectives എന്നാണ് പറയുന്നത്. അല്ലേ, ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്? അതൊരു മാനേജരിയൽ ഫംഗ്ഷനാണ്. അതായത് ഒരു മാനേജ്മെൻറ്റിൻ്റെ തലത്തിലുള്ള അല്ലെങ്കിൽ ഒരു മാനേജർ എന്ന തലത്തിലുള്ള ഒരു പ്രവർത്തനത്തിനെയാണ് നമ്മൾ ഈ വിശേഷിപ്പിക്കുന്നത്. ഡയറക്റ്റിംഗ് ഇസ് ദ മാനേജരിയൽ ഫംഗ്ഷൻ എന്നാണ് പറയുന്നത്. എങ്ങനെയുള്ള? ഗൈഡിങ്, സൂപ്പർവൈസിങ്, മോട്ടിവേറ്റിംഗ്, അല്ലെ, ഗൈഡ് ചെയ്യുന്നതിനായിട്ട് അതാണ് ഗൈഡിങ് എന്ന് പറയുന്നത്. സൂപ്പർവൈസിങ് എന്ന് വെച്ചാൽ സൂപ്പർവൈസ് ചെയ്യാനായിട്ട്, മോട്ടിവേറ്റിംഗ് അതായത് പ്രചോദിപ്പിക്കാനായിട്ട്, അതേപോലെ കമ്മ്യൂണിക്കേറ്റിംഗ് ആശയവിനിമയം നടത്തുന്നതിന് വേണ്ടിയിട്ട്. ആരുമായിട്ടാണ്? എംപ്ലോയീസുമായിട്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ എംപ്ലോയീസിനെ അവരുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെ, എംപ്ലോയീസിനെ അവരുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ആ സ്റ്റാഫുകളുമായിട്ട് അല്ലെങ്കിൽ എംപ്ലോയീസുമായിട്ട് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? അവരെ മോട്ടിവേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും, അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും, അവരെ സൂപ്പർവൈസ് ചെയ്യേണ്ടതായിട്ട് വരും, അവരെ ഗൈഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഇത്രയും കാര്യങ്ങൾക്കാണ് നമ്മൾ എന്ത് പറയണത്?
ഡയറക്റ്റിംഗ് എന്ന് പറയുന്നതാണ് പൊതുവായിട്ടുള്ള നിർവചനം എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ കീ ആസ്പെക്റ്റുകൾ നമുക്കൊന്ന് നോക്കാം. എന്തൊക്കെയാണ് ഇതിൻ്റെ കീ ആസ്പെക്റ്റ്? ലീഡർഷിപ്പ് ഈ പറയുന്ന ഡയറക്റ്റിങ്ങിൻ്റെ ഒരു കീ ആസ്പെക്റ്റാണ്. ലീഡർഷിപ്പ് ഉണ്ടാവണം. മോട്ടിവേഷൻ നടത്താനായിട്ട് കഴിവുള്ള ആളായിരിക്കണം. പിന്നെയോ നല്ല സൂപ്പർവിഷൻ നൽകാൻ കഴിയണം, മേൽനോട്ടം കൊടുക്കാനായിട്ട് കഴിയണം. പിന്നെയോ നല്ല ഭംഗിയായിട്ട് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ആ കഴിവും ഈ പറയുന്ന ഡയറക്റ്റിങ്ങിന് നിർബന്ധമാണ്. അപ്പോൾ ഡയറക്റ്റിംഗ് എന്നതിൻ്റെ പ്രധാനപ്പെട്ട കീ ആസ്പെക്റ്റ് എന്തെല്ലാമെന്ന് ചോദിച്ചാൽ കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം, സൂപ്പർവിഷൻ, മേൽനോട്ടം വഹിക്കാനുള്ള കഴിവ്, മോട്ടിവേഷൻ, പ്രചോദനം നൽകാനുള്ള കഴിവ്. ലീഡർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആ ഒരു നേതൃത്വം അല്ലെങ്കിൽ നായകത്വം വഹിക്കാനുള്ള കഴിവ്. ഇതൊക്കെയാണ് ഇതിൻ്റെ കീ ആസ്പെക്റ്റ്. ഇനി ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഈ ഡയറക്റ്റിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് മാനേജ്മെൻറ്റിൽ എന്താണെന്ന് നമുക്ക് നോക്കാം. എന്താണ്? പ്ലാൻ എന്നതിനെ പെർഫോമൻസ് ആയിട്ട് കൺവെർട്ട് ചെയ്യാനായിട്ട് ഒരു ഡയറക്ടർക്ക് സാധിക്കും. അതായത് ഒരു സിനിമയുടെ ഡയറക്ടർ തന്നെ എടുത്തു കഴിഞ്ഞ് തിരക്കഥാകൃത്ത് എഴുതി വെച്ച തിരക്കഥയെ സിനിമയായി നമ്മുടെ കൺമുന്നിൽ അവതരിപ്പിക്കുന്ന ആൾ ഡയറക്ടറല്ലേ. അപ്പോൾ കൺവേർട്സ് പ്ലാൻ ഇൻ ടു പെർഫോമൻസ്. പിന്നെയോ എൻഷുവേഴ്സ് ക്ലാരിറ്റി ഓഫ് പർപ്പസ്. എൻഷുവേഴ്സ് ക്ലാരിറ്റി ഓഫ് പർപ്പസ്, അതായത് ഉറപ്പുവരുത്തുന്നു എന്താണ്? ആ പർപ്പസിൻ്റെ ക്ലാരിറ്റി എന്താണ് എന്ന് ഉറപ്പുവരുത്തുന്നു. പിന്നെയോ മെയിൻറ്റെയിൻസ് മൊറൽ ആൻഡ് ടീം സ്പിരിറ്റ്, അതായത് ആ ടീമിൻ്റെ ആ ഒരു സ്പിരിറ്റ്, ടീം സ്പിരിറ്റും അതേപോലെ അവരുടെ ആ ഒരു സാൻമാർഗികതയും എല്ലാം എന്ത് ചെയ്യുന്നു? മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഈ പറയുന്ന ഡയറക്ടർ എന്നുള്ള സംവിധാനത്തിന് സാധിക്കും. പിന്നെയോ ഫെസിലിറ്റേറ്റ്സ് ചേഞ്ച് മാനേജ്മെൻറ്റ്, അതായത് മാനേജ്മെൻറ്റിൻ്റെ ആശയങ്ങളിലോ മാനേജ്മെൻറ്റ് തലത്തിലോ ചേഞ്ച് വേണമെന്നുണ്ടെങ്കിൽ അതും അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് ഈ പറയുന്ന ഡയറക്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ആൾ വില്ലിങ് ആവണം. അപ്പോൾ നമ്മൾ നോക്കിയ ഈ ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞ സംവിധാനത്തിൻ്റെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് കൺവേർട്സ് പ്ലാൻ ഇൻ ടു പെർഫോമൻസ്, എൻഷുവേഴ്സ് ക്ലാരിറ്റി ഓഫ് പർപ്പസ്, പിന്നെ മെയിൻ്റെനൻസ് മോറൽ ആൻഡ് ടീം സ്പിരിറ്റ്, ഫെസിലിറ്റേറ്റ്സ് ചേഞ്ച് മാനേജ്മെൻറ്റ് എന്നിവയാണ് ഇതിലുള്ളത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട തിയറീസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം അല്ലേ. പ്രധാനപ്പെട്ട തിയറീസ് എന്തൊക്കെയാണ്? തിയറീസ് നോക്കിയാൽ എന്ത് പറയാൻ പറ്റും? മാസ്ലോസ് ഹൈറാർക്കി ഓഫ് നീഡ്സ് അല്ലേ. അബ്രഹാം മാസ്ലോയുടെ ഒരു തിയറിയുണ്ട്, ഹൈറാർക്കി ഓഫ് നീഡ്സ് എന്ന് പറഞ്ഞൊരു തിയറിയുണ്ട്. പിന്നെയോ ഹെർസ്ബർഗിൻ്റെ 2 ഫാക്ടർ തിയറിയുണ്ട്. മാഗ്രിഗറിൻ്റെ തിയറി ഓഫ് എക്സ് ആൻഡ് വൈ എന്ന് പറയുന്നത് ഡയറക്റ്റിങ്ങിനെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള തിയറിയാണ്. അപ്പോൾ ഡയറക്റ്റിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട തിയറികൾ എന്ന് പറയുന്നത് മാസ്ലോയുടെ ഹൈറാർക്കി ഓഫ് നീഡ്സ്, എസ്ബർഗിൻ്റെ 2 ഫാക്ടർ തിയറി, മാഗ്രിഗേഴ്സിൻ്റെ തിയറി ഓഫ് എക്സ് ആൻഡ് വൈ ആണ്. ഈ തിയറീസ് നമ്മൾ അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗമായിട്ടുള്ള ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതുകൊണ്ട് ഇവിടെ വീണ്ടും ആവർത്തിക്കുന്നില്ല. ഇനി ഇതിൻ്റെ എക്സാമ്പിൾ എന്ന് നമുക്ക് പറയാം. എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്തുണ്ട് ഇവിടെ? ലീഡർഷിപ്പ് ഡ്യൂറിങ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഓപ്പറേഷൻസ് ലൈക്ക് ദ റോൾ ഓഫ് IAS ഓഫീസേഴ്സ് ഡ്യൂറിങ് സൈക്ലോൺസ് ഓർ ഫ്ലഡ്സ്. അതാണ് ഇവിടെ ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. അതായത് ഒരു ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു IAS ഓഫീസർ എടുക്കുന്ന റോള്, അതായത് നമ്മുടെ സൈക്ലോണുകളോ വെള്ളപ്പൊക്കമോ വരൾച്ചയോ പോലെയുള്ള ആ ദുരന്തങ്ങളും വരുമ്പോൾ എന്ത് സംഭവിക്കുകയാണ് ഇവിടെ? നമ്മുടെ ലീഡർഷിപ്പിലുള്ള ആൾക്കാർ ചില തീരുമാനങ്ങളൊക്കെ എടുക്കും. അതിനെക്കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത് കേട്ടോ. അതാണ് ഡയറക്റ്റിംഗ്. ഇനി കോഓർഡിനേറ്റിങ്ങിലേക്ക് നോക്കിയാൽ എന്താ പറയാൻ പറ്റുക? കോർഡിനേറ്റിങ്ങിലേക്ക് നോക്കിക്കഴിഞ്ഞാലുള്ള സംഭവം എന്താണ്? ഡെഫിനിഷനാണ് പറയുന്നത്. ഡെഫിനിഷൻ എന്ന് വെച്ചാൽ എന്താണ്? നിർവചനമുണ്ട്. എന്താണ്? കോർഡിനേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ഇൻ്റഗ്രേറ്റിംഗ് ദ എഫോർട്സ് ഓഫ് ഡിഫറൻറ്റ് ഇൻഡിവിജ്വൽസ് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ടു അച്ചീവ് യൂണിറ്റി ഓഫ് ആക്ഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ കോർഡിനേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രക്രിയയാണ്. കോർഡിനേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ഇൻ്റഗ്രേറ്റിംഗ് ദ എഫോർട്സ് ഓഫ് ഡിഫറൻറ്റ് ഇൻഡിവിജ്വൽസ് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ടു അച്ചീവ് യൂണിറ്റി ഓഫ് ആക്ഷൻ. അതായത് പലതരത്തിലുള്ള ആളുകൾ ഒരു ഓർഗനൈസേഷനിലോ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലോ കാണും. അവർക്ക് പലതരത്തിലുള്ള കഴിവുകളുള്ള ആൾക്കാരായിരിക്കും. ഈ പലതരത്തിലുള്ള ആളുകളെ ഒരുമിച്ച് കൂട്ടിയോജിപ്പിച്ച് കോർഡിനേറ്റ് ചെയ്ത് ആ വകുപ്പിൻ്റെ അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം നേടിയെടുക്കുവാനായിട്ട് ഒരുമയോടുകൂടി എല്ലാവരെയും പ്രവർത്തിപ്പിക്കുവാനായിട്ട് പരിശ്രമിക്കുന്ന ഒരു ദൗത്യം എന്നതാണ് നമ്മൾ ഈ കോർഡിനേഷൻ എന്നതുകൊണ്ട് പ്രധാനമായിട്ടും അർത്ഥമാക്കുന്നത്. ഇനി ഈ കോർഡിനേഷൻ്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം അല്ലേ. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോർഡിനേഷൻ എന്താണ്? അതൊരു കണ്ടിന്യൂവൽ പ്രോസസ്സാണ്, ഒരു തുടർച്ചയായിട്ടുള്ളൊരു പ്രക്രിയയാണ് കോർഡിനേഷൻ എന്ന് പറയുന്നത്. പിന്നെയോ എൻഷുവേഴ്സ് ഹാർമണി, ഒരു ഐക്യം അല്ലെങ്കിൽ ഒരു മൈത്രി എന്ന് പറയുന്നത് ഉറപ്പുവരുത്താനായിട്ട് ഈ കോർഡിനേഷൻ സഹായിക്കും. നമ്മളൊരു ടീമിൽ അംഗമാണെന്നുണ്ടെങ്കിൽ ആ ടീമിലെ അംഗങ്ങൾ ആരാണ്? നമ്മുടെ കുടുംബാംഗങ്ങളെ പോലെയാണ്. അവിടെ നമുക്കിടയിൽ ഒരു ഐക്യം ഉണ്ടാകും അല്ലേ. പിന്നെയോ അവോയ്ഡ് കോൺഫ്ലിക്ട്സ് ആൻഡ് ഡ്യൂപ്ലിക്കേഷൻ, അതായത് തർക്കങ്ങളും അതേപോലെ ഇരട്ടിപ്പുകളും അതുപോലെ തന്നെ
എന്താണ് ആൾമാറാട്ടം എന്നൊക്കെ പറയുന്ന സംവിധാനമൊക്കെ അവിടെ ഒഴിവാക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡ്യൂപ്ലിക്കേഷൻ, ഇരട്ടിപ്പ് ഒഴിവാകുന്നു, തർക്കങ്ങൾ ഒഴിവാകുന്നു, ഐക്യം ഉണ്ടാവുന്നു, തുടർച്ചയായിട്ടൊരു പ്രക്രിയയാണ്. ഇതൊക്കെയാണ് നമുക്ക് ഈ കോർഡിനേഷൻ എന്ന് പറഞ്ഞുള്ള സംഭവത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രക്രിയയായിട്ട് എടുത്തു പറയാനായിട്ട് സാധിക്കുന്നത്. ഇനി ഇമ്പോർട്ടൻസ് ഇൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ നോക്കിയാലോ, ഇമ്പോർട്ടൻസ് ഇൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ നോക്കിയാൽ എന്താ പറയാൻ പറ്റുക? പ്രൊമോട്ട്സ് ഇൻ്റർ മിനിസ്റ്റീരിയൽ കൊളാബറേഷൻ എന്ന് പറയുന്നത് അല്ലേ, പ്രൊമോട്ട്സ് ഇൻ്റർ മിനിസ്റ്റീരിയൽ കൊളാബറേഷൻ. അപ്പോൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് വെച്ചാൽ സഹകരണം വരാൻ നേരത്ത് ആ മന്ത്രാലയത്തിൻ്റെ ഉള്ളിലുള്ള പല വകുപ്പുകൾ തമ്മിലും മന്ത്രാലയങ്ങൾ തമ്മിലുമൊക്കെയുള്ള ആ ഒരു ബന്ധത്തെ ഊട്ടിയുറപ്പിക്കാനായിട്ട് ഈ കോർഡിനേഷൻ സഹായിക്കുന്നുണ്ട്. പിന്നെയോ പോളിസി പരാലിസിസ്, അതായത് നമ്മളിപ്പോൾ ഒരു നയം നടപ്പിലാക്കി കഴിഞ്ഞാൽ ആ നയം എന്ന് പറയുന്നത് നല്ല രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തെങ്കിൽ അത് വിജയിക്കാറുള്ളൂ. നല്ല രീതിയിൽ ആ ഒരു നയം വിജയിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ നയം എന്ന് പറയുന്നത് പൂർണ്ണതയിലെത്തില്ലെങ്കിൽ പൂർണ്ണ വളർച്ച നേടിയില്ല. പൂർണ്ണ വളർച്ച എത്താതെ വരുമ്പോൾ നമ്മൾ പറയും അത് തളർന്നു പോയി എന്ന് പറയും. അപ്പോൾ നല്ലൊരു കോർഡിനേഷൻ ഉണ്ടെങ്കിലോ എവിടെയാണോ നമ്മൾ ഉദ്ദേശിച്ചത് അവിടെ നമുക്ക് ഈ പ്ലാൻ അല്ലെങ്കിൽ ആ നയം നമുക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. അത് നടത്തണമെന്നുണ്ടെങ്കിൽ നല്ലൊരു കോർഡിനേഷൻ വേണം. അതാണ് റെഡ്യൂസസ് പോളിസി പരാലിസിസ് എന്ന് പറയുന്നത് അതാണ്. ഇനിയോ എൻഹാൻസസ് എഫിഷ്യൻസി ഇൻ ഇ ഗവേണൻസ് ആൻഡ് മൾട്ടി സ്റ്റേക്ക് ഹോൾഡർ സ്കീംസ് എന്ന് പറയുന്നുണ്ടല്ലേ. എൻഹാൻസസ് എഫിഷ്യൻസി ഇൻ ഇ ഗവേണൻസ് ആൻഡ് മൾട്ടി സ്റ്റേക്ക് ഹോൾഡർ സ്കീംസ് എന്നാണ് പറയുന്നത്. എൻഹാൻസസ് എഫിഷ്യൻസി, നമ്മുടെ എഫിഷ്യൻസി എന്ത് ചെയ്യുന്നു, അത് ഉറപ്പുവരുത്തുന്നു. പിന്നെയോ ഇൻ ഗവേണൻസ് ആൻഡ് മൾട്ടി സ്റ്റേക്ക് ഹോൾഡർ സ്കീംസ്, ഇൻ മൾട്ടി സ്റ്റേക്ക് ഹോൾഡർ സ്കീംസ്. അതേപോലെ എൻഹാൻസസ് എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്തിൻ്റെ ഭാഗമായിട്ടുണ്ടാവുന്നതാണ്? ഈ കോർഡിനേഷൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്നതാണ്. അതിന് എക്സാമ്പിൾ നോക്കിയാൽ എന്താ പറയാൻ പറ്റുക? കോർഡിനേഷൻ ബിറ്റ്വീൻ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ആൻഡ് വെൽഫെയർ അല്ലേ, നമ്മുടെ ആഭ്യന്തര മന്ത്രാലയം, അതേപോലെ ICMR, ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്, നീതി ആയോഗ്, ഇവയൊക്കെ എന്താണ് നമ്മുടെ COVID-19 മഹാമാരി കാലത്ത് സംയോജിച്ചാണ് പ്രവർത്തിച്ചത്. അത് കോർഡിനേഷൻ്റെ ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ കോർഡിനേഷൻ നോക്കി, ഡയറക്റ്റിംഗ് നോക്കി അല്ലേ, സ്റ്റാഫിംഗ് നോക്കി, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ നോക്കി അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന എവിടെയാണ്? കൺട്രോളിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നത് അല്ലേ. കൺട്രോളിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് നമ്മൾ എത്തിക്കണം. അപ്പോൾ എന്താണ് കൺട്രോളിംഗ്? കൺട്രോളിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് മെഷറിംഗ് പെർഫോമൻസ്, കമ്പയറിംഗ് ഇറ്റ് വിത്ത് സ്റ്റാൻഡേർഡ്സ് ആൻഡ് ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻസ് വെൻ നെസസറി എന്നാണ് പറയുന്നത്. അപ്പോൾ കൺട്രോളിംഗ് എന്ന് പറയുന്നത് ഒരു പ്രക്രിയയാണ്. എന്താണ്? മെഷറിംഗ് പെർഫോമൻസ്, നമ്മുടെ പെർഫോമൻസിനെ അളക്കുന്നതിന്, കമ്പയറിംഗ് ഇറ്റ് വിത്ത് സ്റ്റാൻഡേർഡ്സ്, നമ്മുടെ ആ സ്റ്റാൻഡേർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള കാര്യങ്ങൾ നോക്കുന്നതാണ്. അപ്പോൾ കൺട്രോളിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് മെഷറിംഗ് പെർഫോമൻസ്, കമ്പയറിംഗ് ഇറ്റ് വിത്ത് സ്റ്റാൻഡേർഡ്സ് ആൻഡ് ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻസ് വിത്ത് അല്ലേ, ആൻഡ് ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻസ് വെൻ നെസസറി. അപ്പോൾ കൺട്രോളിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് മെഷറിംഗ് പെർഫോമൻസ്, നമ്മുടെ പെർഫോമൻസ് മെഷർ ചെയ്യുന്നതിനും അതിനു വേണ്ടി നിശ്ചയിച്ചിരിക്കുന്ന സ്റ്റാൻഡേർഡുമായിട്ട് ഒത്തുനോക്കി നമ്മുടെ പെർഫോമൻസ് മെച്ചപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കുന്നതിനും, പിന്നെയോ ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻസ്, നമ്മുടെ ആക്ഷനുകൾ എന്ത് ചെയ്യുക, കറക്റ്റ് ചെയ്യുന്നതിനുമൊക്കെ വേണ്ടിയിട്ടുള്ളൊരു സംവിധാനത്തിനെയാണ് നമ്മൾ കൺട്രോളിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട സ്റ്റെപ്സ് എന്തെല്ലാമാണ്? സെറ്റിംഗ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ് അല്ലേ, സെറ്റിംഗ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ് എന്നാണ് പറയുന്നത്. നമ്മുടെ പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യാനായിട്ട് ഈ കൺട്രോളിംഗ് നമുക്ക് സാധിക്കും. ഒരു നിയന്ത്രണം വേണം, നമുക്ക് അത്രയും ചെയ്യാൻ സാധിക്കണം, ഇത്രയും ചെയ്യാൻ സാധിക്കുമെന്നതിനെ സംബന്ധിച്ച് നമുക്ക് എന്തുകൊണ്ട് ഒരു കൺട്രോളിംഗ് വേണം. പിന്നെയോ ആക്ച്വൽ പെർഫോമൻസിനെ മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെയോ നിലവിലുള്ള സ്റ്റാൻഡേർഡുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ഓട്ട മത്സരം നടത്താൻ പോവുകയാണ്, നമുക്കിപ്പോൾ നിലവിലുള്ള ഏറ്റവും വേഗതയേറിയ ഓട്ട മത്സരത്തിൻ്റെ സ്റ്റാൻഡേർഡ് റണ്ണിങ് ടൈം എന്ന് പറയുന്നത് 9.58 സെക്കൻഡാണ്, ഉസൈൻ ബോൾട്ടിൻ്റെതാണ്. അതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ്. നമ്മൾ ഓടിയിട്ട് അതിന് ഒപ്പം എത്തുന്നുണ്ടോ എന്ന് നോക്കുമെന്നാണ് കമ്പയറിംഗ് വിത്ത് സ്റ്റാൻഡേർഡ്സ് എന്നുകൊണ്ട് ഇവിടെ പറയുന്നത്. ഓട്ടത്തിൻ്റെതല്ല, എല്ലാ കാര്യത്തിലും. അനലൈസിങ് ഡീവിയേഷൻസ് അല്ലേ, ഡീവിയേഷൻസിനെ അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെയോ ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻസ്, കറക്റ്റ് ചെയ്യാനായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് നോക്കാനായിട്ട് സാധിക്കും. അപ്പോൾ കറക്റ്റീവ് ആക്ഷൻസ് നോക്കാനായിട്ട് സാധിക്കും, ഡീവിയേഷൻസിനെ അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കും, സ്റ്റാൻഡേർഡ്സിനെ കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കും, ആക്ച്വൽ പെർഫോമൻസ് മെഷർ ചെയ്യാനായിട്ട് സാധിക്കും, പെർഫോമൻസിൻ്റെ സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യുവാനും നമുക്ക് സാധിക്കും. ഏതിൽ? നമ്മുടെ ഈ പറയുന്ന കൺട്രോളിംഗ് എന്ന പ്രോസസ്സിൽ. ഇനി ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ലെവലിലേക്ക് നമ്മൾ നോക്കിയാൽ എന്ത് പറ്റും? ഇമ്പോർട്ടൻസ് ലെവലിലേക്ക് നോക്കിയാൽ എൻഷുവർ അക്കൗണ്ടബിലിറ്റി ആൻഡ് ട്രാൻസ്പെറൻസി, എൻഷുവർ അക്കൗണ്ടബിലിറ്റി ആൻഡ് ട്രാൻസ്പെറൻസി. അപ്പോൾ അക്കൗണ്ടബിലിറ്റിയും ട്രാൻസ്പെറൻസിയിലും ഉറപ്പുവരുത്തുവാനായിട്ട് ഈ കൺട്രോളിംഗ് നമ്മളെ സഹായിക്കുന്നുണ്ട്. പിന്നെയോ ഹെൽപ്സ് ഇൻ പെർഫോമൻസ് മോണിറ്ററിങ് അല്ലെ, ഹെൽപ്സ്
ഇൻ പെർഫോമൻസ് മോണിറ്ററിംഗ് എന്ന് പറയുന്നുണ്ട്. ഹെൽപ്സ് ഇൻ പെർഫോമൻസ് മോണിറ്ററിംഗ്, നമ്മുടെ പെർഫോമൻസ് മോണിറ്റർ ചെയ്യാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. പിന്നെയോ പ്രിവെൻസ് കറപ്ഷൻ ആൻഡ് ഇൻഎഫിഷ്യൻസി. പ്രിവെൻസ് കറപ്ഷൻ ആൻഡ് ഇൻഎഫിഷ്യൻസി എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. എന്താണ്? നമ്മുടെ അഴിമതിയെയും എഫിഷ്യൻസി കുറവിനെയും എന്ത് ചെയ്യുന്നു? ഇത് എന്താണ്? തടയുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രിവെൻസ് കറപ്ഷൻ ആൻഡ് ഇൻഎഫിഷ്യൻസി എന്നൊരു സംവിധാനം ഇവിടെയുണ്ട്. ഇനി എക്സാമ്പിൾ നമുക്കൊന്ന് നോക്കാം. എന്താണ് ഇവിടുത്തെ എക്സാമ്പിൾ എന്താണ്? നമുക്കൊന്ന് നോക്കാം. എക്സാമ്പിൾ എന്താണ്? യൂസ് പ്രഗതി അല്ലേ? പ്രഗതി എന്ന് വെച്ചാൽ എന്താണ്? പ്രോ ആക്റ്റീവ് ഗവേണൻസ് ആൻഡ് ടൈംലി ഇംപ്ലിമെൻറ്റേഷൻ എന്നാണ് പറയുന്നത് അല്ലേ? പ്രോ ആക്റ്റീവ് ഗവേണൻസ് ആൻഡ് ടൈംലി ഇംപ്ലിമെൻറ്റേഷൻ. പ്ലാറ്റ്ഫോം ടു മോണിറ്റർ പ്രൊജക്റ്റ് പെർഫോമൻസ് ആണ് അല്ലേ? പ്ലാറ്റ്ഫോം ടു മോണിറ്റർ പ്രൊജക്റ്റ് പെർഫോമൻസ്. അതായത് പ്രഗതി എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. അതെന്താണ്? പ്രൊജക്റ്റുകളുടെ പെർഫോമൻസ് നോക്കാനായിട്ടുള്ള ഒരു സംവിധാനമാണ് പ്രഗതി എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം. അപ്പോൾ പ്രൊജക്റ്റുകളെ കൺട്രോൾ ചെയ്യുന്ന ഒരു സംവിധാനമായിട്ട് നമുക്ക് എന്തിനെ എടുക്കാൻ പറ്റും? പ്രഗതി എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. ഇനി ഈ ഫങ്ഷണൽ ഇൻ്റർ റിലേഷൻഷിപ്പ് എന്താണ് നമുക്ക് നോക്കാം അല്ലേ? മാനേജ്മെൻ്റ് എന്നുള്ള ആ ഫങ്ഷനിലെ ആ പ്രധാനപ്പെട്ട ഇൻ്റർ റിലേഷൻഷിപ്സ് എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. പ്ലാനിംഗ് എന്ന് പറയുന്ന ആ ഒരു സംവിധാനം എന്താണ് സപ്പോർട്ട് ചെയ്യുന്നത് അല്ലേ? ഓൾ അതർ ഫങ്ഷൻസ്, മറ്റെല്ലാ കാര്യങ്ങളെയും പ്ലാനിംഗ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? സപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പം നമുക്ക് ഒരു കല്യാണത്തിന് പോകണം, കല്യാണത്തിന് എത്ര പേര് പോകണം, ആ എത്ര പേര് പോകുന്നുണ്ട് എന്നറിഞ്ഞെങ്കിൽ മാത്രമേ, 2 പേരാണെങ്കിൽ 2 വീലറെ പോവാം അല്ലേ? ഒരു 4 പേരോ 3 പേരോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? അല്ലെങ്കിൽ ഒരു 5 പേരൊക്കെ ആണെന്ന് ഒരു കാറിന് പോകേണ്ടതായിട്ട് വരും. ഒരു 7 പേരൊക്കെ ആണെന്നുണ്ടെങ്കിലോ 7 സീറ്റുള്ള വണ്ടിയെ പോകേണ്ടതായിട്ട് വരും. 10 14 പേരുണ്ടെങ്കിലോ ട്രാവലർ വിളിച്ച് പോകേണ്ടതായിട്ട് വരും. ചിലപ്പോൾ ബസ്സിന് പോകേണ്ടതായിട്ട് വരും അല്ലേ? അതെന്താണ്? പ്ലാനിംഗ് ആണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളെയും പ്ലാനിംഗ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? സപ്പോർട്ട് ചെയ്യുന്നു എന്നാണ് പറയേണ്ടത്. പ്ലാനിംഗ് വെൽഫെയർ സ്കീംസ് റിക്വയർ സ്റ്റാഫിംഗ് കോർഡിനേഷൻ. അപ്പോൾ പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണ്ടി വരും അല്ലേ? പ്ലാനിംഗ് എന്ന് പറയുന്നത് എന്താണ്? വെൽഫെയറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ വെൽഫെയർ സ്കീംസ് റിക്വയേഴ്സ്, നമ്മൾ ക്ഷേമ പദ്ധതികളൊക്കെ ആണെന്നുണ്ട് കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിലോ അതിന് സ്റ്റാഫുകളും അതേപോലെ കോർഡിനേഷൻ നടത്താനും ഒക്കെയുള്ള ആൾക്കാർ വേണം. അപ്പോൾ പ്ലാനിംഗ് വെൽഫെയർ സ്കീംസ് റിക്വയേഴ്സ് സ്റ്റാഫിംഗ് ആൻഡ് കോർഡിനേഷൻ എന്നാണ് പറയുന്നത്. ഇനി ഓർഗനൈസിങ് നോക്കിയാൽ എന്താ സംഭവിക്കുക? ഓർഗനൈസിങ് നോക്കിക്കഴിഞ്ഞാൽ എന്താ പറയുക? ഓർഗനൈസിങ്ങിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓർഗനൈസിങ്ങിൽ പ്രധാനമായിട്ടും പെടുന്ന കാര്യം എന്താണ്? പ്ലാനിങ്ങും സ്റ്റാഫിങ്ങുമാണ് ഓർഗനൈസിങ്ങിൽ പ്രധാനമായിട്ടും പെടുന്നത്. അപ്പോൾ MGNREGA എന്ന് പറയുന്നത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക അല്ലേ? അതിനാവശ്യമായിട്ടുള്ള ആ ഒരു ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത് ഓർഗനൈസേഷനിൽ പെടുത്താം നമുക്ക് അല്ലേ? ഇനി സ്റ്റാഫിംഗ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞ കാര്യമുണ്ട് അല്ലേ? സ്റ്റാഫിംഗ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ് എന്ന് പറയുന്ന കാര്യം എന്തായിരിക്കാം? സെലക്ടിങ് ആൻഡ് ട്രെയിനിങ് ഫീൽഡ് സ്റ്റാഫ് ഫോർ ഹെൽത്ത് മിഷൻസ്. അതായത് ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ആരോഗ്യപരമായിട്ടുള്ള ദൗത്യങ്ങളൊക്കെ ഉണ്ട്, ഹെൽത്ത് മിഷനുകളൊക്കെ ഉണ്ടല്ലോ, പാലിയേറ്റീവ് കെയർ അങ്ങനെയുള്ള ദൗത്യങ്ങൾ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഫീൽഡ് സ്റ്റാഫുകളെ അല്ലെങ്കിൽ ആശാ വർക്കർമാരെയൊക്കെ സെലക്ട് ചെയ്യുകയും ട്രെയിൻ ചെയ്യുകയും ഫീൽഡിലേക്ക് അയക്കുകയും ചെയ്യുന്ന പരിപാടിയാണ് ഈ പറയുന്ന സ്റ്റാഫിംഗ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്ത് പറയാൻ പറ്റും? ഡയറക്റ്റിംഗ്, സ്റ്റാഫിംഗ്, കോർഡിനേറ്റിംഗ് അല്ല, അതിലേക്ക് നോക്കി എന്തായിരിക്കാം? ഡയറക്റ്റിംഗ്, സ്റ്റാഫിംഗ്, കോർഡിനേറ്റിംഗ്, ഡയറക്റ്റിംഗ് നോക്കി എന്തായിരിക്കാം? ലീഡർഷിപ്പ് ഡ്യൂറിങ് ഹെൽത്ത് ഡ്രൈവ്സ് ലൈക്ക് മിഷൻ ഇന്ദ്രധനുഷ്. അതായത് മിഷൻ ഇന്ദ്രധനുഷ് പോലെയുള്ള ആ ഒരു വാക്സിൻ എടുക്കുന്ന പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന പരിപാടി എന്താണ്? ഈ പറയുന്ന ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള അതിൽ നമുക്ക് പെടുത്താൻ പറ്റും. ഇനി കോർഡിനേറ്റിംഗ് ഓൾ, എല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? സെൻട്രൽ സ്റ്റേറ്റ് കോർഡിനേഷൻ ഇൻ ഡിസാസ്റ്റർ റെസ്പോൺസസ്. അതായത് ദുരന്തമുണ്ടാകുന്ന സന്ദർഭങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സംവിധാനങ്ങൾ എന്ത് ചെയ്യുന്നു? കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്ന സംവിധാനത്തിനെയാണ് നമ്മൾ അതാണ് സെൻട്രൽ സ്റ്റേറ്റ് കോർഡിനേഷൻ എന്ന് പേരിട്ടുകൊണ്ട് പറയുന്നത്. ഇനി കൺട്രോളിംഗ് ഓൾ എന്നൊരു സംവിധാനമുണ്ട്. എന്താണ് കൺട്രോളിംഗ് ഓൾ? അതായത് CAGയുടെ ഓഡിറ്റ്, സോഷ്യൽ ഓഡിറ്റ്, പെർഫോമൻസ് ഇവാലുവേഷൻ, ഇതൊക്കെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നടത്തപ്പെടുന്നതാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അത് നമ്മളിവിടെ നോക്കുന്ന കാര്യം എന്താണ്? ഫങ്ഷണൽ ഇൻ്റർ റിലേഷൻഷിപ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഫങ്ഷൻ എന്താണ്? സപ്പോർട്ട്സ് അല്ലേ? സപ്പോർട്ടഡ് ബൈ എക്സാമ്പിൾ വെച്ചാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ പ്ലാനിങ്ങും ഓൾ അതർ ഫങ്ഷൻസും എപ്രകാരമാണ് നമുക്ക് നോക്കില്ല. പ്ലാനിങ് ആൻഡ് ഓൾ അതർ ഫങ്ഷൻസ് എന്ന് വെച്ചാൽ പ്ലാനിങ് വെൽഫെയർ സ്കീംസ് റിക്വയർസ് സ്റ്റാഫിംഗ് കോർഡിനേഷൻ. അതായത് പ്ലാനിങ് ഓൾ അതർ ഫങ്ഷൻസ്, എല്ലാ കാര്യങ്ങളും നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ്? നമ്മൾ വെൽഫെയർ സ്കീംസുകൾ പ്ലാൻ ചെയ്യുമ്പോൾ അവിടെ സ്റ്റാഫിങ്ങും കോർഡിനേഷനും അത്യാവശ്യമായിട്ട് വരുന്നതാണ് അല്ലേ? ഓർഗനൈസിങ്ങും പ്ലാനിങ്ങും സ്റ്റാഫിങ്ങും എല്ലാം നമുക്ക് വേണ്ടി വരും. എപ്പോഴാണ്? MGNREGAയുടെ ഒരു പദ്ധതി ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട്, അതിൻ്റെ ആ ഫ്രെയിം വർക്ക് നമുക്ക് സ്ട്രക്ചർ ചെയ്യാനായിട്ട്. ഇനി സ്റ്റാഫിങ്ങും ഓർഗനൈസിങ്ങും ഡയറക്റ്റിങ്ങും നമുക്ക് ചെയ്യേണ്ടതായിട്ട് ഒരു എന്താണ്? ഫീൽഡ് സ്റ്റാഫ് ഫോർ ഹെൽത്ത് മിഷൻ, അതിന് നമുക്ക് വേണ്ടി വരും. പിന്നെ ഡയറക്റ്റിംഗ്, സ്റ്റാഫിംഗ്, കോർഡിനേറ്റിംഗ് ഉണ്ട്. എന്താണ്? ലീഡർഷിപ്പ് ഡ്യൂറിങ് ഹെൽത്ത് ഡ്രൈവ്സ് ലൈക്ക് മിഷൻ ഇന്ദ്രധനുഷ് പോലുള്ള സന്ദർഭങ്ങൾ ഇതെല്ലാം വേണ്ടി വരും. പിന്നെ കോർഡിനേറ്റിംഗ് ഓൾ എന്ന് വെച്ചാൽ സെൻട്രൽ സ്റ്റേറ്റ് കോർഡിനേഷൻ എന്ന് പറയുന്നത് ഇവിടെ അത്യാവശ്യമായിട്ട് വരുന്നൊരു ഘടകമാണ്. പിന്നെ കൺട്രോളിംഗ് ഓൾ എന്ന് പറയുന്നത് CAG ഓഡിറ്റും സോഷ്യൽ ഓഡിറ്റും ഒക്കെ ഇവിടെ പ്രധാനമായിട്ടും വരുന്ന കാര്യമാണ്. ഇനി
ഇത് ലിങ്കേജ് വിത്ത് ഗവേണൻസ് ആൻഡ് എത്തിക്സ് എന്താണ്? ലിങ്കേജസ് വിത്ത് ഗവേണൻസ് ആൻഡ് എത്തിക്സിലേക്ക് നമ്മളൊന്ന് പോയി കഴിഞ്ഞാൽ എന്ത്? ഒന്നാമത് അക്കൗണ്ടബിലിറ്റി പ്രധാനപ്പെട്ടതാണ്. അക്കൗണ്ടബിലിറ്റി എന്താണ്? ത്രൂ കൺട്രോളിങ് ആൻഡ് മോണിറ്ററിങ്, അതായത് കൺട്രോളിങ്ങും മോണിറ്ററിങ്ങും നടത്തുന്ന വഴി അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് ഉണ്ടായി വരും. ലീഡർഷിപ്പ് ഉണ്ടെന്താണ്? ത്രൂ ഡയറക്റ്റിംഗ് ആൻഡ് മോട്ടിവേറ്റിംഗ് പബ്ലിക് സർവൻസ്, അതായത് ലീഡർഷിപ്പ് എന്ന് പറയാൻ നേരത്ത് മോട്ടിവേറ്റ് ചെയ്യുകയാണ്. ആരെയാണ്? നമ്മുടെ പബ്ലിക് സർവൻസിനെ മോട്ടിവേറ്റ് ചെയ്യുകയാണ്. നയിക്കുമ്പോൾ നമ്മൾ ആരായിട്ട് മാറും? ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരാളായിട്ട് മാറും. ഇനി ട്രാൻസ്പെറൻസി എന്ന് പറഞ്ഞൊരു ഘടകമുണ്ട്. എന്താണ് ട്രാൻസ്പെറൻസി എന്ന് പറഞ്ഞൊരു ഘടകം? അച്ചീവ്ഡ് വിയ പ്ലാനിങ് ആൻഡ് കൺട്രോളിങ് സിസ്റ്റംസ് ആണ്, അല്ലെ? അച്ചീവ്ഡ് വിയ പ്ലാനിങ് ആൻഡ് കൺട്രോൾ സിസ്റ്റംസ്, അതായത് സുതാര്യത എന്ന് പറയുന്നൊരു സംവിധാനത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്ത് നേടിയെടുക്കുവാനായിട്ട് സാധിക്കണം. എഫിഷ്യൻസി എന്ന് പറയുന്നൊരു സംവിധാനം നമുക്ക് എന്ത് വേണ്ടി വരും? ഒരു ലിങ്കേജസ്, ഗവേണൻസും എത്തിക്സുമായിട്ടുള്ള ലിങ്കേജിൽ എഫിഷ്യൻസി നോക്കിയാൽ എന്താണ്? ഓൾ ഫങ്ഷൻസ് എയിം ടു ഇംപ്രൂവ് അഡ്മിനിസ്ട്രേറ്റീവ് എഫിഷ്യൻസി, ഭരണപരമായിട്ടുള്ള കാര്യക്ഷമത ഉയർത്തുന്നതിന് വേണ്ടിയാവണം എല്ലാ കാര്യങ്ങളും. ഇനി പബ്ലിക് ഇൻട്രസ്റ്റ് നോക്കിയാലോ? ഗൈഡിങ് പ്രിൻസിപ്പിൾസ് ഇൻ പ്ലാനിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ ഗൈഡിങ് പ്രിൻസിപ്പിൾസ് ഉണ്ടാവണം, പ്ലാനിങ്ങിലും തീരുമാനമെടുക്കുന്നതിലും എല്ലാത്തിലും ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു ഘടകം ഉണ്ടായേ മതിയാവുകയുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി കൺക്ലൂഷൻ മേഖലയിൽ നമ്മൾ നോക്കിയാൽ എന്തായിരിക്കാം? മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് ഫ്രം ദ ബാക്ക് ബോൺ ഓഫ് എഫക്റ്റീവ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, അല്ലേ? മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് ഫോം ദ ബാക്ക് ബോൺ ഓഫ് എഫക്റ്റീവ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, അതായത് ഒരു വളരെ ഫലവത്തായിട്ടുള്ള ഒരു പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ നട്ടെല്ല് എന്ന് പറയുന്നത് അതിൻ്റെ മാനേജ്മെൻറ്റ് ഫംഗ്ഷനാണ്. അതാണ് ഇവിടെ പ്രധാനമായിട്ടും പറയുന്നത്. എ സൗണ്ട് അണ്ടർസ്റ്റാൻഡിംഗ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ദീസ് പ്രിൻസിപ്പിൾസ് എൻഷുവേഴ്സ് ദാറ്റ് പബ്ലിക് പോളിസീസ് ആർ ഇംപ്ലിമെൻറ്റഡ് എഫിഷ്യൻ്റ്ലി, റിസോഴ്സസ് ആർ ഒപ്റ്റിമൈസ്ഡ് ആൻഡ് ദ ഗോൾസ് ഓഫ് ഗവേണൻസ് ആർ അച്ചീവ്ഡ്. ആസ് ദ ചലഞ്ചസ് ഓഫ് ഗവേണൻസ് ഇവോൾവ് ഇൻ എ ഡൈനാമിക് എൻവയോൺമെൻറ്റ്, ദ എബിലിറ്റി ഓഫ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ടു അഡാപ്റ്റ് ആൻഡ് എക്സൽ ഇൻ ദീസ് മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് ബിക്കം ക്രിട്ടിക്കൽ. അതായത് നമ്മുടെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നതാണ് ഏതൊരു പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെയും നട്ടെല്ല് എന്ന് പറയുന്നത്. നല്ല രീതിയിൽ മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പ്രധാനപ്പെട്ട മാനേജ് ഫങ്ഷൻസ് ആയിട്ടുള്ള കൺട്രോളിങ്, അതേപോലെ തന്നെ സ്റ്റാഫിങ്, ഡയറക്റ്റിങ്, ഓർഗനൈസിങ്, പ്ലാനിങ്, ഇതെല്ലാം നല്ല ഭംഗിയായ രീതിയിൽ കൈകാര്യം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. അത് സാധിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻ ശരിയായ രീതിയിൽ ചെയ്യുവാനായിട്ട് സാധിച്ചു എന്ന രീതിയിൽ പറയുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതാണ് നമുക്ക് ഈ മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് എന്ന രീതിയിൽ പറയുന്നത്. മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻ ആയാലും അഡ്മിനിസ്ട്രേഷൻ്റെ ഫങ്ഷൻ ആയാലും രണ്ടും സമാനമായ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ വരുന്നത്. അതുകൊണ്ട് ഇത് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചാൽ തന്നെ മറ്റൊരെണ്ണം കിട്ടുന്ന രീതിയിലേക്ക് വരുന്നതുമാണ് കേട്ടോ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്, താങ്ക് യു.